പുലികളിക്ക് പാട്ടില്ല, പുലിക്കളിക്ക് പാട്ടേ ഇല്ല. പുലിക്കളിയെ പറ്റി ഞാൻ ഇപ്പോൾ ഒരു പുലിക്കളി തുടങ്ങുന്നത് നമ്മുടെ കമൻറ്റിൽ തുടങ്ങുന്ന 1 മണിക്കൂർ മുമ്പിട്ട ഒരു കവിത ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കാം. അത് എടുക്കാനുള്ള സമയം നിങ്ങൾ ഇതിൽ പറഞ്ഞു തീർച്ചയായിട്ടും ആ കവിത നമുക്ക് കേൾക്കാം. അതെ, ഇപ്പോൾ കുറിച്ചൊക്കെ പാട്ടുരായിക്കൽ നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയി, പുലികളി കണ്ടു. അപ്പോൾ ഇനി ഒരു കവിതയിലേക്കുള്ളൊരു ദൂരമാണ്. അത് ചെറിയ ദൂരത്തിൽ ഒരു കണ്ണട എടുക്കുന്ന സമയത്ത് നമ്മളുടെ നന്ദുവേട്ടൻ നമ്മളെ ചാക്കിയാർ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഉപ്പുലി ആങ്കർ നമുക്കായിട്ട് ഒരു കവിത അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കവിത നമ്മൾക്കായിട്ട് ഇപ്പോൾ ചൊല്ലാൻ പോവുകയാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. അതൊന്ന് എടുക്കാനുള്ള താമസമുള്ളേ, കുറച്ച് നേരം കാത്തു നിൽക്കണേ. ഏതായാലും അല്പസമയം കൊണ്ട് ആ കവിത നമുക്ക് കേൾക്കാം. ഏതായാലും നമ്മൾ പൂരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ പുലികളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. പൂജിപ്പിക്കാം മന്ദഹാസം എന്ന പേരിൽ എഴുതിയിരിക്കുന്നതാണ് അത്. നേരം ലേശം കഴിഞ്ഞിടുമ്പോൾ കടുവകൾ സർവത്ര വ്യാഘ്രപദം പതിയും തൃശൂർ റൗണ്ടിലാസകലം വരയൻ പുലികൾ പുള്ളിപ്പുലികൾ മഞ്ഞ കരിമ്പുലികൾ അരമണി കെട്ടി താളം തുള്ളി ചോട് വെച്ച് കളി നല്ല ചോട് വെച്ച് കളി എന്നിങ്ങനെയാണത്. ഒരു മുഴം മുന്നേ അത് വായിച്ചു വന്നേ ഉള്ളൂ. മിനിറ്റ് കൊണ്ടാണ് ഇത് എഴുതി തീർത്താൻ. അതൊന്ന് വായിക്കാം. നേരം ലേശം കഴിഞ്ഞിടുമ്പോൾ കടുവകൾ സർവത്ര വ്യാഘ്രപാദം പതിയും തൃശൂർ റൗണ്ടിലാസകലം. നേരം ലേശം കഴിഞ്ഞിടുമ്പോൾ കടുവകൾ സർവത്ര വ്യാഘ്രപാദം പതിയും തൃശൂർ റൗണ്ടിലാസകലം. വരയൻ പുലികൾ പുള്ളിപ്പുലികൾ മഞ്ഞക്കരിമ്പുലികൾ അരമണി കെട്ടിത്താളം തുള്ളി ചോടുവെച്ചുകളി നല്ല ചോടുവെച്ചുകളി. വരയൻ പുലികൾ പുള്ളിപ്പുലികൾ മഞ്ഞകരിമ്പുലികൾ അരമണി കെട്ടിത്താളം തുള്ളി ചോടുവെച്ചുകളി നല്ല ചോടുവെച്ചുകളി. ചെണ്ട നല്ലൊരിരത്താളം ഇവ ഝിം 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 ചെട്ടിവാദ്യ കൊട്ടുമുഴങ്ങും റൗണ്ടിലാസകലം. ചെണ്ട നല്ലൊരിലത്താളം ഇവ ഝിം 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 ചെട്ടിവാദ്യ കൊട്ടുമുഴങ്ങും റൗണ്ടിലാസകലം. ചിട്ടിക്കമ്പനി പെരുകും നാട്ടിൽ ചെട്ടിവാദ്യമയം ശാർദൂലങ്ങൾ ആടും അലറും അർമാദിച്ചീടും. ചിട്ടിക്കമ്പനി പെരുകും നാട്ടിൽ ചെട്ടിവാദ്യമയം ശാർദൂലങ്ങൾ ആടും അലറും അർമാദിച്ചീടും. കമന്ററിക്കായി നിൽക്കും നേരം ഉള്ളുകിടുങ്ങുന്നു പുലികൾ നടുവിൽ എലിയായുള്ളോൻ എന്തുമൊഴിഞ്ഞിടാൻ. കമന്ററിക്കായി നിൽക്കും നേരം ഉള്ളുകിടുങ്ങുന്നു പുലികൾ നടുവിൽ എലിയായുള്ളോൻ എന്തുമൊഴിഞ്ഞിടാൻ. പുലികൾ നിൽപ്പത് എലിവേറ്റഡ എന്നൊരാശ്വാസം തറയിൽ നിൽപ്പോനീയുള്ളോനതു മാത്രമാശ്വാസം. പുലികൾ നിൽപ്പത് എലിവേറ്റഡ എന്നൊരാശ്വാസം തറയിൽ നിൽപ്പോനീയുള്ളോനതു മാത്രമാശ്വാസം. നടവഴി മുഴുവൻ ഇടവഴി മുഴുവൻ റൗണ്ട് മുഴുവനുമേ വ്യാഘ്രലീലാരസികർ വന്നു തിങ്ങി നിറഞ്ഞല്ലോ. നടവഴി മുഴുവൻ ഇടവഴി മുഴുവൻ റൗണ്ട് മുഴുവനുമേ വ്യാഘ്രലീലാരസികൾ വന്നു തിങ്ങി നിറഞ്ഞല്ലോ. നരിയായി മാറിയ നരവരരവരുടെ കളി കണ്ടിടാനായി കൗതുകമാർന്ന കണ്ണുകളോടെ നിൽപ്പൂ മനുഷ്യന്മാർ. നരിയായി മാറിയ നരവരരവരുടെ കളി കണ്ടിടാനായി കൗതുകമാർന്ന കണ്ണുകളോടെ നിൽപ്പൂ മനുഷ്യന്മാർ എന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ കമന്ററി പറയാൻ നിൽക്കുമ്പോൾ ഈ പുലികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ എലികളായിട്ട് നമ്മൾ എന്ത് പറയാനാണെന്നുള്ളത് 4:13 പോസ്റ്റ് ചെയ്ത് കവിത. ചെട്ടിക്കമ്പനി തൃശ്ശൂർ കുറിക്കമ്പനിയുള്ള സ്ഥലമാണ്. തൃശ്ശൂരാണ് കംപ്ലീറ്റ് കുറിക്കമ്പനികൾ. ചിട്ടിക്കമ്പനി പെരുകുന്ന നാട്ടിൽ ചെട്ടിവാദ്യമയം അതാണ്. എല്ലാ വരികളും ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള സാധനമാണ്. അതായത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും നമ്മളെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന MS അടക്കം ഇത് കേട്ട് ചിരിച്ചല്ല. MS കവിയാണല്ലോ. അതെ, അപ്പൊ MS പറയൂ, അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കണ്ടാവും. എന്തായാലും ഇത് കഷ്ടിയൊരു 5-10 മിനിറ്റ് കൊണ്ട് എഴുതിയ കവിതയാണ്. ആലോചിച്ചെഴുതല്ല അർത്ഥം. ആലോചിക്കണം. MS എന്താ പറയാനുള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. അതെ, നന്ദകിഷോർ ആ കവിത വായിക്കാൻ വേണ്ടി കണ്ണട എടുക്കുന്നതിന് 1 മുഴം മുന്നേ നന്ദകിഷോറിന്റെ ഫേസ്ബുക്കിൽ പോയി ഞാനത് നന്ദകിഷോറിന് വേണ്ടി ഞാൻ വായിച്ചു.
നന്ദീശ്വർ സാറിന് വേണ്ടിയിട്ട് ആ കവിത വായിച്ചു എന്ന് പറഞ്ഞത്. സ്റ്റുഡിയോയിൽ അതൊന്ന് വായിച്ചു എന്ന്, ആളൊന്ന് വായിച്ചു നേരത്തെ. ആര് വായിച്ചു? സാർ വായിച്ചു ഈ കവിത. സ്റ്റുഡിയോയിൽ തന്നെ ആ കവിത നമ്മൾ ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലിയായിരുന്നു. കവിത എങ്ങനെ? കവിത എങ്ങനെയുണ്ടെന്നാണ് ചോദ്യം. ആ കവിത എല്ലാവർക്കും മനസ്സിലായി.